വെൽക്കം ടു കോലൈൻ ക്ലാസ്. ഇനി നമുക്ക് നോക്കൂ, ആർ ബി ഐയുടെ ലോഗോ നോക്കാം. ആർ ബി ഐയുടെ ലോഗോയിൽ കാണുന്ന മൃഗത്തിൻ്റെ പേരെന്ത്? എന്താണത്? ടൈഗറാണ് അല്ലേ? അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ടൈഗറാണ്. കൂടാതെ ഒരു വൃക്ഷം, ഒരു ട്രീയും കൂടെ ഉണ്ട്. ആ ട്രീയുടെ പേര് എന്താണ്? ഓയിൽ പാം, എണ്ണപ്പന. അപ്പോൾ അനിമൽ പ്രസൻറ്റ് ഇൻ ആർ ബി ഐ ലോഗോ ഈസ് ടൈഗർ ആൻഡ് ട്രീ പ്രസൻറ്റ് ഇൻ ആർ ബി ഐ ലോഗോ ഈസ് ഓയിൽ പാം, എണ്ണപ്പന. The tiger symbolizes India's national animal and cultural significance. ഈ കടുവ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? നമ്മുടെ ദേശീയ മൃഗമാണല്ലേ? അപ്പം നമ്മുടെ സാംസ്കാരിക പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. കൂടാതെ while the palm tree represents India agriculture roots and can be seen as a symbol of strength and stability for the bank. ഓയിൽ പാം എന്ന് പറഞ്ഞാൽ എണ്ണപ്പന എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഇന്ത്യയുടെ കാർഷികപരമായിട്ടുള്ള കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു. കൂടാതെ ഇതൊരു സിമ്പിളാണ്. എന്തിൻ്റെ? നമ്മുടെ ബാങ്കിൻ്റെ സ്ട്രെങ്ത്തിൻ്റെയും സ്റ്റെബിലിറ്റിയുടെയും ഒരു സിമ്പിളായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നീട് നോക്കൂ, ദ ലോഗോ ഓൾസോ ഇൻക്ലൂഡ്സ് ദ വേർഡ്സ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു കടുവ ഇരിക്കുന്നു, പിന്നെ ഒരു എണ്ണപ്പന, പിന്നെന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് 2 ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് ഇംഗ്ലീഷിലും ഒന്ന് ഹിന്ദിയിലും. ഇതാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആർ ബി ഐയുടെ ലോഗോ. വളരെ എളുപ്പമാണ്. ടൈഗറാണ് അനിമൽ, ഓയിൽ പാമാണ് ട്രീ. 2 ലാംഗ്വേജിൽ ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. അടുത്ത നോക്കൂ, ഇൻ 27th January 1921 3 presidency banks were amalgamated to form the Imperial Bank of India. അതായത് 1921 ജനുവരി 27 3 പ്രസിഡൻസി ബാങ്കുകൾ ലയിച്ച് എന്തായി മാറി? ഇമ്പീരിയൽ ബാങ്ക്സ് ഓഫ് ഇന്ത്യയായി മാറി. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയായി മാറി. ഏതൊക്കെയാണ്? ബാങ്ക് ഓഫ് മദ്രാസ്, ഇത് വരുന്ന വർഷം പഠിക്കണം. ബാങ്ക് ഓഫ് മദ്രാസ് ഏതാണ്? 1843 ജൂലൈ 1 പിന്നെ ബാങ്ക് ഓഫ് കൽക്കട്ട എന്താണ്? ജൂൺ 2 1806. പിന്നെ വരുന്നത് ബാങ്ക് ഓഫ് ബോംബെ 1840 ഏപ്രിൽ 15. ഈ 3 ബാങ്കിനെയാണ് എന്ത് പറയുന്നത്? പ്രസിഡൻസി ബാങ്ക് എന്ന് പറയുന്നത്. ഈ 3 ബാങ്കും കൂടെ അമാൽഗമേറ്റ് ചെയ്ത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് 1921 ജനുവരി 27 മാറി. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്, മറ്റ് ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇതെന്നാലും ഈ ആർ ബി ഐയുടെ നാൾ വഴികൾ പഠിക്കുമ്പോൾ ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി അടുത്ത് നോക്കൂ, ആർ ബി ഐ എക്സിസ്റ്റൻസ് ഇൻ 1st April 1935 അണ്ടർ ആർ ബി ഐ ആക്ട് 1934. ആർ ബി ഐ വരുന്നത് എന്നാണ് രൂപീകരിച്ചത്? ആർ ബി ഐ ആക്ട് 1934 കീഴിലാണ് ആർ ബി ഐ എന്ത് ചെയ്യുന്നത്? രൂപീകരിച്ചത്. അതിൻ്റെ വർഷം വരുന്നത് 1935 ഏപ്രിൽ 1. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആർ ബി ഐ ആക്ട് എന്നാന്ന് ചോദിച്ചാൽ 1934. ഇത് പ്രാബല്യത്തിൽ വരുന്നത്, ആർ ബി ഐ രൂപീകരിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1935 ഏപ്രിൽ 1. കൂടാതെ നോക്കൂ, സെറ്റിംഗ് അപ്പ് ഓഫ് സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് ബേസ്ഡ് ഓൺ റെക്കമെൻഡേഷൻ ഓഫ് ഹിൽട്ടൺ യങ് കമ്മീഷൻ ഇൻ ദ ഇയർ 1926. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലേ. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ വേറൊരു പേരെന്താണ്? റോയൽ കമ്മീഷൻ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. കൂടാതെ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ഓഫീസസ് അറ്റ് 34 ലൊക്കേഷൻസ്. 34 സ്ഥലങ്ങളിലായിട്ട് ആർ ബി ഐയുടെ ഓഫീസുണ്ട് കേട്ടോ. ഒരു തവണ നമ്മുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, ഒരു 4 ഓപ്ഷനിൽ എവിടെയാണ് ഓഫീസ് ഇല്ലാത്ത സ്ഥലം എവിടെയാണെന്നും പറഞ്ഞ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പം കറൻ്റ്ലി 34 സ്ഥലങ്ങളിലായിട്ട് ആർ ബി ഐയുടെ ഓഫീസുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിലെ മെയിനായിട്ടുള്ള എല്ലാ സിറ്റികളിലും, ഇപ്പം മെയിനായിട്ടുള്ള സിറ്റികളെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ശ്രീനഗർ, ജമ്മു ആൻഡ് കാശ്മീർ, ചണ്ഡീഗഡ്, സിംല, ഡെറാഡൂൺ, ന്യൂഡൽഹി, ജയ്പൂർ, ലക്നൗ, ഭോപ്പാൽ, നാഗ്പൂർ എക്സെട്ര ഇത്രയൊക്കെ എന്താണ്? ഇവിടെയൊക്കെ റീജിയണൽ ഓഫീസ് ആർ ബി ഐയുടെ ഉണ്ട്. ഏകദേശം എത്ര സ്ഥലത്തുണ്ട്? 34 സ്ഥലത്തുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് മെമ്മറി വെക്കുക, കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ വരുന്നത്, ആർ ബി ഐ സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ആസ് എ പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ഓൺ ഏപ്രിൽ 1, 1935. ആർ ബി ഐ സ്റ്റാർട്ടഡ് ഫങ്ഷൻ, അതായത് എന്താണ്? ആർ ബി ഐ തുടങ്ങുന്നത് ഏത് തരം ബാങ്കായിട്ടാണ്? പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സ് ബാങ്കായിട്ടാണ് ആർ ബി ഐ ഫങ്ഷൻ ചെയ്തത്. നമ്മൾ പറഞ്ഞു 1935 ഏപ്രിൽ 1 അല്ലേ? 1935 ആർ ബി ഐ വരുന്നത്. അപ്പോൾ അത് എങ്ങനെയായിട്ടാണ് ആർ ബി ഐ വരുന്നത്? പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സ് ബാങ്കായിട്ട്.
ആർ ബി ഐയുടെ ഒറിജിനൽ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? അതായത് ഇത് തുടങ്ങുന്ന സമയത്ത് കൊൽക്കട്ടയിലായിരുന്നു. പിന്നീട് അത് 1937 മുംബൈയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മളിവിടെ ഈ ഒരു ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഈ ഒരു ടൈം ലൈൻ പോലെ നമ്മൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയേഴ്സ് എല്ലാം പറയും. അപ്പോൾ അതിനു മുമ്പ് ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ആർ ബി ഐ വരുന്നത് പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സ് ബാങ്കായിട്ടാണ് April 1, 1935. ഏത് ആക്ടിൻ്റെ കീഴിലാണ്? ആർ ബി ഐ ആക്ട് 1934 കീഴിലാണ് ആർ ബി ഐ വരുന്നത്. ആർ ബി ഐയുടെ ഒറിജിനൽ ഹെഡ് ക്വാർട്ടേഴ്സ് കൊൽക്കട്ടയായിരുന്നു. പിന്നീട് അത് എന്നാണ് മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്? 1937. നോക്കൂ, അടുത്തത് നോക്കൂ. ആഫ്റ്റർ ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് ആർ ബി ഐ വാസ് നാഷണലൈസ്ഡ് ഓൺ 1st January 1949 ആൻഡ് ഇറ്റ് ബിക്കെയിം ഫുള്ളി ഓൺഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത് തുടങ്ങിയ സമയത്ത് ആർ ബി ഐ തുടങ്ങിയ സമയത്ത് പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിരുന്നു അല്ലേ. പിന്നീട് ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞതിന് ശേഷം ആർ ബി ഐ ദേശസാൽക്കരിച്ചു, നാഷണലൈസ് ചെയ്തു. അതിൻ്റെ വർഷം എന്നാണ്? 1st January 1949. നാഷണലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുള്ള് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിൽ വന്നു. ഓണർഷിപ്പ്, അതായത് ഉടമസ്ഥാവകാശം ആരിലേക്ക് മാറി? നമ്മുടെ സർക്കാരിൻ്റെ കീഴിലേക്ക് മാറി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലേക്കായി. ഇൻഡിപെൻഡൻസിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ആർ ബി ഐ നാഷണലൈസ് ചെയ്തത് 1949 January 1. ഇത് വരുന്ന സമയത്ത്, ആർ ബി ഐ വരുന്ന സമയത്ത് പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടായിരുന്നു ആർ ബി ഐ ഫങ്ഷൻ ചെയ്ത് തുടങ്ങിയത്. പിന്നീട് എന്ത് ചെയ്തു? 1949 January 1 ആർ ബി ഐ നാഷണലൈസ് ചെയ്തു, ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയായി മാറി. ഇനി നമുക്ക് നോക്കാം. ആർ ബി ഐ ആക്റ്റഡ് ആസ് ദ സെൻട്രൽ ബാങ്ക് ഫോർ ബർമ അണ്ടിൽ 1947. അതായത് 1947 വരെ ബർമയുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടും ആർ ബി ഐ ആക്ട് ചെയ്തിരുന്നു കേട്ടോ. അത് ഓർത്ത് വെക്കണം. നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണ് നമ്മുടെ ആർ ബി ഐ, എന്നാൽ പോലും 1947 വരെ ബർമയുടെയും ആക്ട് ചെയ്തിരുന്നു. പിന്നീട് പാകിസ്ഥാൻ്റെ എന്ന് വരായിരുന്നു? അണ്ടിൽ 30th June 1948 വരെ. അതായത് പാർട്ടീഷൻ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് നമ്മുടെ ഇന്ത്യയുടെ മാത്രം സെൻട്രൽ ബാങ്കായി മാറിയത്. അതിനു മുമ്പ് 1947 വരെ ബർമയുടെ സെൻട്രൽ ബാങ്കായിട്ട് ആക്ട് ചെയ്തു. പിന്നീട് 1948 വരെ പാകിസ്ഥാൻ്റെയും സെൻട്രൽ ബാങ്കായിട്ട് ആക്ട് ചെയ്തു. ഓർത്ത് വെക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം. ഇനി ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് ആർ ബി ഐ വാസ് ₹5 crore. അതായത് തുടക്ക സമയത്ത് മൂലധനം എത്ര ആയിരുന്നു ആർ ബി ഐയുടെ? 5 കോടി ഉണ്ടായിരുന്നുള്ളൂ. കാര്യം ഇത് ഇത്രയും വലുതാവുമെന്നും അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ തുടക്ക സമയത്ത് ഷെയർ ക്യാപിറ്റൽ എത്ര ആയിരുന്നു? 5 കോടിയായിരുന്നു. പിന്നെ ഷെയർസ്, ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് 5 lakh, അതായത് 5 lakhs-ൻ്റെ 5 ലക്ഷത്തിൻ്റെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ്. ഒരു ഷെയറിൻ്റെ വില 100 രൂപ, അങ്ങനെ 5 ലക്ഷം. ടോട്ടൽ 5 കോടി ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ഇതിൽ തന്നെ 2.2 lakhs, അതായത് സബ്സ്ക്രൈബ് ചെയ്തത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. നമ്മൾ പറഞ്ഞു പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടായിരുന്നു, അതായത് പ്രൈവറ്റിൻ്റെ ഒരു ഉടമസ്ഥാവകാശവും തുടക്ക സമയത്ത് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇതിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 2.2 lakhs ആയിരുന്നു. അത്രയും ഒരു ഷെയർസ് ആയിരുന്നു സെൻട്രൽ ഗവൺമെൻറ് പർച്ചേസ് ചെയ്തത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞു വന്നത്? ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ 5 കോടിയാണ്. 5 lakhs ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആയിട്ട് ഒരു ഷെയറിന് 100 രൂപ വെച്ച്. ഇതിൻ്റെ 2.2 lakhs സബ്സ്ക്രൈബ് ചെയ്തത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അത് കഴിഞ്ഞ് നോക്കൂ. നാഷണലൈസേഷൻ ഓഫ് ആർ ബി ഐ ഇൻ 1st January 1949. എൻറ്റയർ ഷെയർ ക്യാപിറ്റൽ വാസ് അക്വയർഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. നമ്മൾ പറഞ്ഞു 1949 January 1 നാഷണലൈസേഷൻ നടന്നു, ദേശസാൽക്കരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് ഉടമസ്ഥാവകാശവും, ഈ ആർ ബി ഐയുടെ ഫുൾ ഉടമസ്ഥാവകാശവും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് വന്നു. ദാറ്റ് മീൻസ് എന്താണ്? എല്ലാ ഷെയർ ക്യാപിറ്റലും അക്വയർ ചെയ്തു? നമ്മുടെ സെൻട്രൽ ബാങ്ക് അക്വയർ ചെയ്തു. അതായത് സെൻട്രൽ ഗവൺമെൻറ് നേരത്തെ പറഞ്ഞു 5 crore, 5 കോടിയിൽ 2.2 lakhs മാത്രമായിരുന്നു സബ്സ്ക്രൈബ് ചെയ്തത്. പിന്നീട് അത് നാഷണലൈസേഷൻ ചെയ്തതിന് ശേഷം ഫുള്ളിയും സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ആരുടെ ചുമതലയാണ്? സെൻട്രൽ ഗവൺമെൻറ് അല്ലേ. പിന്നീട് അത് പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സ് ആയിരുന്നില്ല, കംപ്ലീറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് മാറി. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ ഫുള്ളി സബ്സ്ക്രിപ്ഷൻ നടന്നു എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഇത്രയും നമ്മൾ നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇയേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഒന്നും വളരെ ചെറുതല്ല കേട്ടോ. കാര്യം ക്വസ്റ്റ്യൻസ് ടഫ് ആയിക്കൊണ്ട് വരുമ്പോൾ പല രീതിയിൽ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മളിപ്പം ഈ റിസർവ് ബാങ്കിൻ്റെ തന്നെ 34 സ്ഥലങ്ങളിലായിട്ടുള്ള ഓഫീസേഴ്സ് ഒന്നും എല്ലാം നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ അവർ ഒരു അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം, എനിക്ക് തോന്നുന്നു ഗുൽബർഗ, അത് തന്നെ ഗുൽബർഗ കർണാടകയിലെ ഒരു സിറ്റിയാണേ.
അവിടെ ആ സ്ഥലത്ത് ഓഫീസ് ഉണ്ടോ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം വളരെ വിശദമായിട്ട് പഠിക്കുക. ഇനി നമുക്ക് നോക്കാം ആർ ബി ഐയുടെ ഇമ്പോർട്ടൻ്റ് ഇയേഴ്സ്. ഇപ്പം നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് ഈ ക്ലാസ്സിൽ ആർ ബി ഐയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളിൽ നമ്മൾ പല ഇയേഴ്സ് പറഞ്ഞു. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിച്ച ഇയേഴ്സ്, വർഷങ്ങളെല്ലാം കൂടെ നമുക്കൊരു ടൈം ലൈൻ പോലെ നോക്കാം. നോക്കൂ, 1926 ഇതിൻ്റെ ഒരു തുടക്ക സമയമായിരുന്നു ഇല്ലേ? ആർ ബി ഐയുടെ ഫോർമേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട വർഷമായിരുന്നു ഇത്. ഹിൽട്ടൺ യങ് കമ്മീഷൻ, Royal Commission on Currency and Finance, was appointed by the government in 1925, strongly recommended the establishment of a new central bank for the country. എന്താണ് 1926 ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ, എൻ്റെ മറ്റൊരു പേരാണ് റോയൽ കമ്മീഷൻ ഓൺ കറൻസി ആൻഡ് ഫിനാൻസ്. ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തു. എന്നാണ് അപ്പോയിൻറ്റ് ചെയ്തത്? 1925. ഇവരാണ് സ്ട്രോങ് ആയിട്ട് നമ്മുടെ രാജ്യത്തിനൊരു സെൻട്രൽ ബാങ്ക് വേണം, പുതിയൊരു സെൻട്രൽ ബാങ്ക് വേണമെന്ന് എന്ത് ചെയ്തത്? റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ് അല്ലേ? ഇതിൻ്റെ നാൾവഴികളെല്ലാം വളരെ വൺ ബൈ വൺ ആയിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത് കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം 1927 ആർ ബി ഐ ബില്ല് പ്രസൻറ്റ് ചെയ്തു. പക്ഷേ അതന്ന് പാസ്സാക്കിയിരുന്നില്ല. അതിനുശേഷം 1931 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റഡ് സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി. ഇപ്പം തുടക്ക സമയത്ത് 1926 ആർ ബി ഐ നമുക്കൊരു സെൻട്രൽ ബാങ്ക് വേണമെന്ന് പറഞ്ഞത് ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ അഥവാ റോയൽ കമ്മീഷൻ ഓൺ കറൻസി ആൻഡ് ഫിനാൻസ് ആയിരുന്നു. പക്ഷേ അവർ ബില്ല് പാസ്സാക്കി. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അന്ന് അവിടെ അത് പാസ്സായില്ല. പിന്നെ അതിനുശേഷം 1931 വീണ്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആരെ അപ്പോയിൻറ്റ് ചെയ്തു? സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തു. എന്നാണ് അപ്പോയിൻറ്റ് ചെയ്തത്? 1931. അത് കഴിഞ്ഞിട്ട് 1933 സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി റെക്കമെൻഡഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ആർ ബി ഐ ആൻഡ് എ ഫ്രഷ് ബിൽ കോൾഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബിൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ 8 സെപ്റ്റംബർ 1933. പിന്നെ അതിനുശേഷം സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി 1933 ആർ ബി ഐ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്യുകയും ഒരു പുതിയ ബില്ല് പാസ്സാക്കുകയും ചെയ്തു. ആ ബില്ലിൻ്റെ പേര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബില്ലെന്നായിരുന്നു. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം, ഈ ബില്ല് വന്ന വർഷം എന്നായിരുന്നു? 1933 സെപ്റ്റംബർ 8. മറന്നു പോരുത് കേട്ടോ. ഈ ഒരു ചിലപ്പോൾ ആർ ബി ഐ ബില്ല് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ഡാഷ് എന്ന് ചോദിക്കാം. അപ്പോൾ ഈ ഒരു വർഷവും ഡേറ്റ് അടക്കം പഠിക്കുക. എന്താണ്? ഈ 1933 തന്നെയാണ് 31 സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. 33 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ആർ ബി ഐ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്ത് കൊണ്ടൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആർ ബി ഐ ബില്ല്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ വർഷം 1933 സെപ്റ്റംബർ 8. അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം 1934 ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് വാസ് പാസ്ഡ്. ആർ ബി ഐ ആക്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇല്ലേ? ആർ ബി ഐ വന്നത് ആർ ബി ഐ ആക്ടിൻ്റെ കീഴിലാണെന്ന്. അപ്പോൾ ആർ ബി ഐ ആക്ടിൻ്റെ വർഷം ഡേറ്റ് അടക്കം പഠിക്കണം. 1934 മാർച്ച് 6 എന്നാണ്. 1934 മാർച്ച് 6. അതിനുശേഷം വീണ്ടും ഒരു വർഷത്തിന് ശേഷം 1935 ആർ ബി ഐ സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ആസ് എ പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ഓൺ April 1, 1935. പിന്നെ ആർ ബി ഐ എന്ത് ചെയ്തു? ആർ ബി ഐ വന്നു അല്ലേ? നിലവിൽ വന്നപ്പോൾ അവർ ഏത് ടൈപ്പ് ബാങ്കായിട്ടാണ് വന്നത്? ആസ് എ പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക്. നിലവിൽ വന്ന വർഷം ഡേറ്റ് അടക്കം പഠിക്കുക. 1935 April 1. അത് കഴിഞ്ഞ് 1937 ആർ ബി ഐസ് ഒറിജിനൽ ഹെഡ് ക്വാർട്ടേഴ്സ് വാസ് ഇൻ കൊൽക്കട്ട ആൻഡ് ലേറ്റർ ഷിഫ്റ്റഡ് ടു മുംബൈ ഇൻ 1937. ഒറിജിനൽ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ, അല്ലെങ്കിൽ തുടക്ക സമയത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊൽക്കട്ടയാണ് കേട്ടോ. അടുത്ത വരുന്ന വർഷം 1938 ആർ ബി ഐ സ്റ്റാർട്ടഡ് ഇഷ്യൂ കറൻസി നോട്ട്. 37 ശേഷം 37 എന്താണ്? മുംബൈയിലോട്ട് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്തു അല്ലേ? അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം കറൻസി നോട്ട് ആർ ബി ഐ എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു. അത് 1938. പിന്നെ വരുന്ന വർഷം 1947. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് ഒരു കുടക്കീഴിൽ തരികയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോക്കി പഠിക്കാൻ എളുപ്പമായിരിക്കും. 1947 ആർ ബി ഐ സ്റ്റോപ്ഡ് ആക്ടിങ് ബാങ്കർ ടു ബർമ. ബർമയുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത് ആർ ബി ഐ നിർത്തി. അതെന്നാണ്? 1947.
പിന്നെ അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം 1948 RBI സ്റ്റോപ്ഡ് ആക്ടിംഗ് ബാങ്കർ ടു പാകിസ്ഥാൻ. പാകിസ്ഥാൻ്റെ ബാങ്കുമായിട്ട് പ്രവർത്തിക്കുന്നതും RBI നിർത്തി. അതിൻ്റെ വർഷം എന്നാണ് 1948. പിന്നെ ഈ 1948 തന്നെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. RBI വാസ് എ ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ടിൽ 31 December 1948. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഷെയർ ഹോൾഡേഴ്സ് ബാങ്കായിട്ട് പ്രവർത്തിച്ചിരുന്നത് എന്ന് വരാണ്? ഡിസംബർ 31, 1948. മറന്നു പോകരുത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം 48-ൽ 2 പ്രത്യേകതകളാണുള്ളത്. എന്താണ്? ബാങ്കർ ടു പാകിസ്ഥാനായിട്ട് പ്രവർത്തിക്കുന്നതും RBI നിർത്തി. കൂടാതെ ഷെയർ ഹോൾഡേഴ്സ് ബാങ്കായിട്ട് പ്രവർത്തിച്ചിരുന്നത് RBI എന്ന് വരാണെന്ന് ചോദിച്ചാൽ അത് 1948 ഡിസംബർ 31. ഇനി നോക്കൂ, 1949 RBI വാസ് നാഷണലൈസ്ഡ് ഇൻ 1 January 1949. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിച്ചിട്ടുള്ളതാണ്. എന്നാണ് നാഷണലൈസ്ഡ് ആയത്? 1949 January 1. ഏത് ആക്ട്? ആസ് പെർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ട്രാൻസ്ഫർ ഓഫ് പബ്ലിക് ഓണർഷിപ്പ് ആക്ട് 1948 കീഴിലാണ് RBI എന്ത് ചെയ്തത്? നാഷണലൈസ് ചെയ്തത്, ദേശസാൽക്കരണം നടന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും വർഷം ഇത് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ച എല്ലാ വർഷവും 1926, 27, 31, 1933, 1934, 1935, 1937, 38, 47, 48, 49 ഇത്രയും വർഷം ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കത്തില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സെൻട്രൽ ബാങ്ക്. ഓക്കെ, RBI. അപ്പം ഇത് ഇത്രയും നിങ്ങൾ പഠിക്കുക. ഇനി നമുക്ക് നോക്കാം സെലക്റ്റഡ് RBI ഗവർണേഴ്സിൻ്റെ ലിസ്റ്റ്. ഇതുവരെയുള്ള ഗവർണറിൻ്റെ ലിസ്റ്റ്. അതിൽ നമ്പറുണ്ട്, അതായത് എത്രാമത്തെ ഗവർണറാണ് എന്നതിൻ്റെ നമ്പര്, പേരുണ്ട്, ടേം, അവരെത്ര കാലത്തേക്ക് അവരവിടെ ഇരുന്ന് പ്രവർത്തിച്ചിരുന്നു, പിന്നെ നോട്ടബിൾ പോയിൻറ്റ്സ്. ഈ ഒരു ഗവർണറെ കുറിച്ചിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യവും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോക്കാം. ഫസ്റ്റ് ഗവർണർ ആരായിരുന്നു? സർ ഓസ്ബോൺ സ്മിത്ത്. ആരായിരുന്നു? സർ ഓസ്ബോൺ സ്മിത്ത്. ഇദ്ദേഹത്തിൻ്റെ കാലാവധി 1935. നമുക്കറിയാം എന്നാണ് നിലവിൽ വന്നത്? 35-ലാണല്ലേ. 35-ൽ ഫസ്റ്റ് ഗവർണറായിരുന്നു നമ്മുടെ സർ ഓസ്ബോൺ സ്മിത്ത്. 35 മുതൽ 37 വരെ ഇദ്ദേഹമായിരുന്നു. നോട്ടബിൾ പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗവർണർ ഓഫ് RBI. ഹൂ ഇസ് ദ ഫസ്റ്റ് ഗവർണർ ഓഫ് RBI എന്ന് ചോദിച്ചാൽ എന്തെഴുതും? സർ ഓസ്ബോൺ സ്മിത്ത്. പിന്നെ അതിനുശേഷം രണ്ടാമത്തെ ഗവർണറായിട്ട് വന്നത് സർ ജെയിംസ് ടെയ്ലറാണ്. 1937 അപ്പോയിൻറ്റ് ചെയ്യുന്നു. 1943 അദ്ദേഹം വിരമിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു. എന്താണ് നോട്ടബിൾ പോയിൻറ്റ്സ്? ഫസ്റ്റ് ഗവർണർ ഹു സൈൻഡ് ഇൻ കറൻസി നോട്ട്. കറൻസി നോട്ടിൽ സൈൻ ചെയ്തത് ആരായിരുന്നു? നമ്മുടെ ഈ സർ ജെയിംസ് ടെയ്ലർ. കറൻസി നോട്ട് വരുന്ന വർഷം അല്ലെങ്കിൽ കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യാൻ RBI തുടങ്ങിയത് എന്നായിരുന്നു? നമ്മൾ ഓൾറെഡി പറഞ്ഞു, 1938 അല്ലേ. അപ്പോൾ ഇദ്ദേഹമായിരുന്നു ആദ്യമായിട്ട് കറൻസി നോട്ടിൽ സൈൻ ചെയ്ത ഗവർണർ. നമ്മുടെ രണ്ടാമത്തെ ഗവർണറാണ് സർ ജെയിംസ് ടെയ്ലർ. ആദ്യത്തെ ഗവർണർ ആരാണ്? സർ ഓസ്ബോൺ സ്മിത്ത്. ഇനി തേർഡ് ഗവർണർ ആരായിരുന്നു? സർ CD ദേശ്മുഖ്. 1943 to 1949. ഫസ്റ്റ് ഇന്ത്യൻ RBI ഗവർണർ ഓഫ് RBI. ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ RBI ഗവർണർ, നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ RBI ഗവർണറാണ് അല്ലേ. അറ്റ് ദ ടൈം ഓഫ് RBI നാഷണലൈസേഷൻ. RBI നാഷണലൈസേഷൻ്റെ സമയത്ത് ഇദ്ദേഹമായിരുന്നു ഗവർണർ. നമുക്കറിയാം എന്നായിരുന്നു നാഷണലൈസേഷൻ എന്ന് പറയുന്നത്? 1949 January 1. അപ്പോൾ ഇദ്ദേഹമായിരുന്നു അന്ന് നമ്മുടെ RBIയുടെ ഗവർണർ. ദേശ്മുഖ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദേശം എന്ന് ഓർക്കുക അല്ലേ. നമ്മുടെ ഒരു ഇന്ത്യൻ നെയിമാണ് ദേശ്മുഖ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു RBI ഗവർണർ ആരാന്ന് ചോദിച്ചാൽ സർ CD ദേശ്മുഖ്. പിന്നെ നാലാമത്തെ ഗവർണർ ആരായിരുന്നു? ബെനഗൽ രാമറാവു. ആരായിരുന്നു? ബെനഗൽ രാമറാവു. 1949 to 1957 വരായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലാവധി. ലോങ്ങസ്റ്റ് സെർവിങ് ഗവർണർ. കുറേ കാലം ഗവർണറായിട്ടിരുന്ന ആളായിരുന്നു ആര്? സർ ബെനഗൽ രാമറാവു. ഇനി നോക്കൂ, ഇനി അഞ്ചാമത്തെ ഗവർണർ ആരായിരുന്നു? KG അംബിക ഓങ്കാർ. ആരായിരുന്നു? അംബിക ഓങ്കാർ. 1957 ഇൻട്രിമായിട്ട്, അതായത് ഇടക്കാലത്തേക്ക് വന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു നോട്ടബിൾ പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽഡ് ഓഫീസ് ഫോർ അബൌട്ട് 3 months. 3 മാസത്തേക്കായിരുന്നു ഇദ്ദേഹം ഗവർണറായിട്ടിരുന്നത്. അതൊരു ഇൻട്രിം ആയിട്ട് വന്ന നമ്മുടെ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ അഞ്ചാമത്തെ ഗവർണറായ KG അംബിക ഓങ്കാർ ആണ്. പിന്നെ ആറാമത്തെ ആരാണ്? HVR അയ്യങ്കാർ. 1957 to 1962 വരായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലാവധി. ഇൻട്രൊഡ്യൂസ്ഡ് ഇന്ത്യൻ കറൻസി നോട്ട്സ് വിത്ത് ഹിന്ദി ന്യൂമറൽസ്. ഹിന്ദി ന്യൂമറൽസിലും കൂടെ കറൻസി നോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളായിരുന്നു HVR അയ്യങ്കാർ. ഇനി ഏഴാമത്തെ ആരായിരുന്നു? PC ഭട്ടാചാര്യ.
1962, 1967 വരായിരുന്നു കാലാവധി. മാനേജ്ഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഫിനാൻഷ്യൽ ട്രാൻസിഷൻസ്, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഫിനാൻഷ്യൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്തിരുന്നത് PC ഭട്ടാചാര്യ ആയിരുന്നു. പിന്നെ 8ാമത്തെ ആരായിരുന്നു? LK ഝാ. 1967 to 1970 ആയിരുന്നു കാലാവധി. ഇൻട്രൊഡ്യൂസ്ഡ് സോഷ്യൽ കൺട്രോൾ ഓവർ ബാങ്ക്സ്, സാമൂഹികപരമായിട്ട് എങ്ങനെ ബാങ്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് LK ഝായാണ്. ഈ സോഷ്യൽ കൺട്രോൾ ഓവർ ബാങ്ക്സ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് തന്നെ നമുക്കുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പിന്നെ വരുന്നത് 15ാമത്തെ ഗവർണർ. 8ന് ശേഷം പിന്നെ 15ആണ് കേട്ടോ. 15ാമത്തെ ഗവർണറായിട്ട് വരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. 1982, 1985 ലേറ്റർ ബിക്കേം ഇന്ത്യാസ് പ്രൈം മിനിസ്റ്റർ. പിന്നീട് അദ്ദേഹം ആരായിട്ട് മാറി? ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായിട്ട് മാറിയ ഒരേ ഒരു RBI ഗവർണർ ആരായിരുന്നെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവർണർമാരുടെ ലിസ്റ്റാണ് തന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് ഹു ഇൻട്രൊഡ്യൂസ്ഡ് സോഷ്യൽ കൺട്രോൾ ഓവർ ബാങ്ക്സ്, ഏത് ഗവർണറാണെന്ന് ചോദിച്ചാൽ അത് LK ഝാ. അല്ലെങ്കിൽ ഗവർണറായിരുന്നു പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത് ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ മൻമോഹൻ സിംഗ്. അങ്ങനെയാണ് ഇതൊക്കെ ചോദിക്കുന്നത്. ഇൻട്രിമായിട്ട് വന്ന ഒരു ഗവർണർ ആരാണ്? KG അംബിക ഓൻകാർ. ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഇനി നോക്കൂ അടുത്തത് 20ാമത്തെ 15ന് ശേഷം 20ാമത്തെ ഗവർണറായിട്ട് വന്നത് ഡോക്ടർ D സുബ്ബറാവു ആണ്. 2008 to 2013 ഹാൻഡിൽഡ് ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ്, ആഗോളതലത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ഹാൻഡിൽ ചെയ്തത് ഡോക്ടർ D സുബ്ബറാവു ആണ്. പിന്നെ 21ാമത്തേതായിട്ട് ഡോക്ടർ രഘുറാം രാജൻ 2013 മുതൽ 2016 വരെ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഫ്രെയിംവർക്ക്, പണപ്പെരുപ്പം വരുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരായിരുന്നു? ഡോക്ടർ രഘുറാം രാജൻ എന്ന ഗവർണറായിരുന്നു. ഇനി നെക്സ്റ്റ് 22ാമത്തെ ഗവർണറായിട്ട് ഡോക്ടർ ഊർജിത് പട്ടേൽ 2016 മുതൽ 2018 വരെ ഗവർണർ ഓഫ് RBI അറ്റ് ദ ടൈം ഓഫ് ഡിമോണിറ്റൈസേഷൻ. 2016 വന്ന ഡിമോണിറ്റൈസേഷൻ എന്താണത്? നോട്ട് നിരോധനം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഗവർണർ ആരാണ്? RBIയുടെ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ ഊർജിത് പട്ടേൽ ആയിരുന്നു, 22ാമത്തെ ഗവർണർ. ഇനി 25ാമത്തെ ശക്തികാന്ത ദാസ് 2018 മുതൽ 2024 വരെ, അതായത് ഒരു 6-7 വർഷത്തോളം കാലം അദ്ദേഹം ഇരുന്നു. സെർവ്ഡ് ആസ് ദ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ഓഫ് ദ മോണിറ്ററി പോളിസി കമ്മിറ്റി, MPCയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സണായിട്ട് ഇദ്ദേഹം സെർവ് ചെയ്തിട്ടുണ്ട്. അതായത് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റേറ്റുകളൊക്കെ നിശ്ചയിക്കുന്ന കമ്മിറ്റിയാണ് ഈ MPC എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ. അപ്പോൾ ഇദ്ദേഹമായിരുന്നു നമ്മുടെ 25ാമത്തെ ഗവർണർ. ഇപ്പോൾ ലാസ്റ്റ് വന്ന നമ്മുടെ പ്രസൻറ്റ് ഗവർണർ സഞ്ജയ് മൽഹോത്ര 26ാമത്തെ സഞ്ജയ് മൽഹോത്രയാണ്. റീസെൻ്റായിട്ട് വന്ന അപ്ഡേറ്റ് ആണ്, 2025 കറണ്ട് ഗവർണറാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചോദിക്കാം, കറണ്ട് ഗവർണർ ഓഫ് RBI ആരാണ്? സഞ്ജയ് മൽഹോത്ര. അപ്പോൾ ഇതൊക്കെ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് ഏതൊക്കെ ചോദിക്കുന്നോ അതെല്ലാം നമ്മളിവിടെ നോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങളിനി പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ ലാസ്റ്റ് ഒരു കാര്യം. എന്ന് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. നമ്മൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ മൊത്തത്തിലൊന്ന് നോക്കാം. ആരായിരുന്നു? ഫസ്റ്റ് സർ ഓസ്ബോൺ സ്മിത്ത്, ഫസ്റ്റ് ഗവർണർ ഓഫ് RBI. പിന്നെ വരുന്നത് സർ ജെയിംസ് ടൈലർ, 2ാമത്തെ കറൻസി നോട്ടിൽ സൈൻ ചെയ്ത ആദ്യത്തെ ഗവർണർ. പിന്നെ വരുന്നത് സർ CD ദേശ്മുഖ്, ആ പേരിലൂടെ തന്നെ ഉണ്ട്, ഇന്ത്യക്കാരനായിട്ടുള്ള RBI ഗവർണർ. ഇദ്ദേഹമായിരുന്നു RBI നാഷണലൈസേഷൻ സമയത്തും നമ്മുടെ ഗവർണർ. പിന്നെ ആരായിരുന്നു? ലോങ്ങസ്റ്റ് സെർവിങ് ഗവർണറായിട്ടുള്ള നമ്മുടെ 4ാമത്തെ ബെനഗൽ രാമറാവു. പിന്നെ വരുന്നത് ഒരു ഇൻട്രിമായിട്ട് വന്ന ചെറിയ കാലയളവിലേക്ക് വന്ന 3 മാസമായിരുന്നു അദ്ദേഹം ഗവർണറായിട്ട് പ്രവർത്തിച്ചിരുന്നത്. ആരായിരുന്നു? നമ്മുടെ 5ാമത്തെ ഗവർണറായ KG അംബിക ഓൻകാർ. പിന്നെ വരുന്നത് ആരായിരുന്നു? HVR അയ്യങ്കാർ. പിന്നെ PC ഭട്ടാചാര്യ, LK ഝാ ഇൻട്രൊഡ്യൂസ്ഡ് സോഷ്യൽ കൺട്രോൾ ഓവർ ബാങ്ക്സ്. പിന്നെ നമ്മുടെ ഗവർണറായി പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ്. സുബ്ബറാവു, ഡോക്ടർ D സുബ്ബറാവു 20ാമത്തെ ഗവർണറാണ്. 21ാമത്തെ ആരായിരുന്നു? ഡോക്ടർ രഘുറാം രാജൻ. 22ാമത്തെ ആയിരുന്നു ഗവർണർ ഓഫ് RBI അറ്റ് ദ ടൈം ഓഫ് ഡിമോണിറ്റൈസേഷൻ. 2016 നോട്ട് നിരോധന സമയത്ത് നമ്മുടെ RBI ഗവർണർ ആരാന്ന് ചോദിച്ചാൽ അതാരായിരുന്നു? 22ാമത്തെ ഗവർണറായ ഡോക്ടർ ഊർജിത് പട്ടേൽ. പിന്നെ വരുന്നത് ആരായിരുന്നു?
25ാമത്തെ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ ശക്തികാന്ത ദാസ് ആണ് അല്ലേ, ശക്തിമാനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ 25ാമത്തെ എന്തായി ഗവർണർ, അങ്ങനെ ചിന്തിക്കുക. അദ്ദേഹം തന്നെയായിരുന്നു മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 26ാമത്തെ ഇപ്പോഴത്തെ ആരാന്ന് ചോദിച്ചാൽ സഞ്ജയ് മൽഹോത്ര, കറണ്ട് ഗവർണർ ഓഫ് RBI. ഇനി നമുക്ക് കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സ് നോക്കാം. നോക്കൂ, ഫസ്റ്റ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഓഫ് RBI. RBIയുടെ ആദ്യത്തെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആരാന്ന് ചോദിച്ചാൽ സുധാ ബാലകൃഷ്ണനാണ്. നെക്സ്റ്റ് നോക്കൂ, ഗവർണർ സൈൻഡ് ഇൻ 2 ലാംഗ്വേജസ്. 2 ലാംഗ്വേജിൽ 2 ഭാഷയിൽ ഗവർണർ ഒപ്പുവെക്കും. ഏതൊക്കെ ഭാഷയാണത്? ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ഹിന്ദി എന്തായാലും കാണും, സെൻട്രൽ ഗവൺമെൻറ് ആയതുകൊണ്ടല്ലേ. അപ്പോൾ ഹിന്ദിയും പിന്നെ ഇംഗ്ലീഷ് ഓഫ് കോഴ്സ് കാണുമല്ലോ, ഇംഗ്ലീഷ്. പിന്നെ RBI ഹാസ് ദ റൈറ്റ് ടു ഇഷ്യൂ കറൻസി നോട്ട്സ് ഫ്രം ദ ഡിനോമിനേഷൻ ഓഫ് ₹2 to 10,000. നമ്മൾ ഓൾറെഡി പറഞ്ഞു RBIക്ക് കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അവകാശം RBIക്കാണ്. അപ്പോൾ എത്ര രൂപ മുതൽ എത്ര രൂപ വരെയാണ്? 2 രൂപ മുതൽ 10,000 രൂപ വരെ. അപ്പം നമ്മൾ ചോദിക്കും, 1 രൂപ ആരാണ് പിന്നെ ഇഷ്യൂ ചെയ്യുന്നത്? RBI ഇഷ്യൂസ് കറൻസി നോട്ട്സ് എക്സെപ്റ്റ് ₹1 നോട്ട്സ്. 1 രൂപ ഒഴിച്ച് ബാക്കി എല്ലാ കറൻസി നോട്ടും ഇഷ്യൂ ചെയ്യുന്ന RBI ആണ്. അപ്പോൾ നമ്മുടെ 1 രൂപ നോട്ട് ആരാണ്? ഫിനാൻസ് സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് സൈൻ ചെയ്യുന്നത്. ഇൻ ₹1 നോട്ട്സ് സൈൻഡ് ബൈ ഫിനാൻസ് സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ആരാണ്? നമ്മുടെ ധനകാര്യ മന്ത്രാലയമാണ് ഫസ്റ്റ് ₹1 നോട്ട് എന്ത് ചെയ്യുന്നത്? സൈൻ ചെയ്യുന്നത്. പിന്നെ വരുന്ന നോക്കൂ, ഇന്ത്യൻ കോയിനേജ് ആക്ട് 1906 ഇഷ്യൂ കോയിൻസ് അപ് ടു 1000 വരെയുള്ള കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഇന്ത്യൻ കോയിനേജ് ആക്ട് 1900 പ്രകാരമാണ്. ഇന്ത്യൻ കോയിനേജ് അമെൻമെൻറ്റ് ആക്ട് എന്നായിരുന്നു? 2011 ഇതൊക്കെ ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആരായിരുന്നു? സുധാ ബാലകൃഷ്ണൻ. എത്ര ലാംഗ്വേജ് സൈൻ ചെയ്യും? 2 ലാംഗ്വേജ്, ഹിന്ദിയും ഇംഗ്ലീഷും. പിന്നെ 1 രൂപ ഒഴിച്ച് ബാക്കി എല്ലാ കറൻസി നോട്ടും ഇഷ്യൂ ചെയ്യാനുള്ള അവകാശം RBIക്കാണ്. 1 രൂപ ആരാണ്? ഫിനാൻസ് സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കോയിനേജ് ആക്ട് ഏത് വർഷമാണ്? 1906. ഇന്ത്യൻ കോയിനേജ് അമെൻമെൻറ്റ് ആക്ട് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ അത് 2011. ഇനി നമുക്ക് നോക്കാം കറൻസി പ്രിൻറ്റിംഗ് പ്രൊസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ നമ്മുടെ കറൻസികൾ പ്രിൻറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എവിടൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 4 സ്ഥലങ്ങളിലായിട്ടാണ് കറൻസി പ്രിൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ പൈസ പ്രിൻറ്റ് ചെയ്യുന്നത് എവിടൊക്കെയാണ്? ഈ 4 സ്ഥലങ്ങളിലാണ്. ഫസ്റ്റ് വൺ മഹാരാഷ്ട്രയിലെ നാസിക്. സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് ആൻഡ് മിൻറ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, SPMCIL. എന്താണ്? മഹാരാഷ്ട്രയിലെ നാസിക് എന്നുള്ള സ്ഥലത്ത്. അതിൻ്റെ പേരെന്താണ്? ആ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് ആൻഡ് മിൻറ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, SPMCIL. പിന്നെ മധ്യപ്രദേശ് ദേവാസ് എന്നുള്ള സ്ഥലത്ത്, മധ്യപ്രദേശിലെ ദേവാസ് എന്നുള്ള സ്ഥലത്തും ഈ ഒരു പ്രിൻറ്റിംഗ് പ്രസ്സുണ്ട്. ഏതാണത്? നമ്മുടെ SPMCIL ആണ്, സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് ആൻഡ് മിൻറ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. പിന്നെ കർണാടകയിൽ ഒരെണ്ണമുണ്ട്, കർണാടകയിലെ മൈസൂർ എന്നുള്ള സ്ഥലത്ത്. അതെന്താണ്? ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ്, BRBNMPL. മറന്നു പോകരുത്, കർണാടകയിലുള്ളത് ആരായിരുന്നു? BRBNMPL, ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പ്രിൻറ്റിംഗ് പ്രസ്. ഇത് നമ്മുടെ RBIയുടെ ഒരു സബ്സിഡറി തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വെസ്റ്റ് ബംഗാളിലും ഉണ്ട്, സാൽബണി എന്ന സ്ഥലത്തുണ്ട്. ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ് തന്നെ ആയിരുന്നു. അതും എന്താണ്? BRBNMPL. അപ്പോൾ ഇവിടെ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും എന്താണുള്ളത്? സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് ആൻഡ് മിൻറ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. കർണാടകയിലും വെസ്റ്റ് ബംഗാളിലും ഉള്ളത് എന്താണ്? നമ്മുടെ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ 4 സ്ഥലങ്ങളിലായിട്ടാണ് കറൻസി എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ പ്രിൻറ്റ് ചെയ്യുന്ന പ്രസ്സുകൾ. ഓക്കെ, അത് പഠിച്ചു വെക്കണേ. ഇനി അടുത്ത നോക്കൂ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് RBIയുടെ ഫങ്ഷൻസും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മോണിറ്ററി അതോറിറ്റി ഫോർമുലേറ്റ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് മോണിറ്ററി പോളിസി ടു മെയിൻറ്റെയിൻ പ്രൈസ് സ്റ്റെബിലിറ്റി ആൻഡ് എൻഷുർ എക്കണോമിക് ഗ്രോത്ത്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, RBI എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ പണപരമായിട്ടുള്ള കാര്യങ്ങളുടെയും പോളിസികൾ നടപ്പിലാക്കുന്നതും അല്ലെങ്കിൽ റേറ്റുകൾ നിശ്ചയിക്കുന്നതും നമ്മുടെ രാജ്യത്തിന് പല തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇടപാടുകളുടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നതെല്ലാം ആരാണ്? RBI ആണ്. അതുകൊണ്ട് തന്നെയാണ് RBI മോണിറ്ററി അതോറിറ്റി എന്ന് പറയുന്നത്. പ്രൈസ് സ്റ്റെബിലിറ്റിയും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പോളിസിയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, നടപ്പിലാക്കുക, അല്ലെങ്കിൽ അത് ഫോർമുലേറ്റ് ചെയ്യുക, ഇതൊക്കെ ആരുടെ ഒരു ഫംഗ്ഷനാണ്? കടമയാണ്. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കടമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മോണിറ്ററി അതോറിറ്റി എന്ന് പറയുന്നത്.
സെക്കൻഡ് വൺ, ഇഷ്യൂർ ഓഫ് കറൻസി. കറൻസി ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? നമ്മൾ ഓൾറെഡി പലതവണ പറഞ്ഞതാണ്, RBI ആണല്ലേ. ഒരേ ഒരു അധികാരിയാണ്. സോൾ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരേ ഒരു അധികാരി. ടു ഇഷ്യൂ കറൻസി നോട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കറൻസി നോട്ട് അച്ചടിക്കാനുള്ള കാശ് അച്ചടിക്കാനുള്ള അധികാരം, ഒരേ ഒരു അധികാരി ആരാണ്? നമ്മുടെ RBI ആണ്. എക്സെപ്റ്റ് ₹1 കോയിൻ, ₹1, അതായത് ₹1 കോയിൻ ആരാണ്? അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, ഫോറിൻ മണി ട്രാൻസാക്ഷൻസ്, അതിൻ്റെയൊക്കെ സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ കസ്റ്റോഡിയൻ എന്ന് പറയുന്നതും RBI ആണ്. മാനേജേഴ്സ് ദ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് FEMA ആൻഡ് മെയിൻറ്റെയിൻസ് ഫോറക്സ് റിസർവ്സ്. അപ്പോൾ ഈ നമ്മുടെ ഫോറിൻ മണി അല്ലെങ്കിൽ ഫോറിൻ ക്യാഷ് ഫ്ലോ ഒക്കെ എന്താണ്, അതൊക്കെ മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോറസ്റ്റ് റിസർവ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോറസ്റ്റ് റിസർവ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും നമ്മുടെ RBI ആണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ എന്തറിയപ്പെടുന്നത്, RBI എന്തറിയപ്പെടുന്നത്? കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. നെക്സ്റ്റ് വൺ, റെഗുലേറ്റർ ഓഫ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നതും അത് നോക്കി നടത്തുന്നതും ആരാണ്? നമ്മുടെ RBI ആണ്. റെഗുലേറ്റ്സ് ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യുക, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ റെഗുലേറ്റ് ചെയ്യുക, ടു മെയിൻറ്റെയിൻ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് പബ്ലിക് കോൺഫിഡൻസ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും പബ്ലിക് കോൺഫിഡൻസും ഒക്കെ നിലനിൽക്കാൻ വേണ്ടിയിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കുകളെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ RBI ആണ്. പിന്നെ ഡെവലപ്മെൻറ്റൽ റോള്, ഒരു ഡെവലപ്മെൻറ്റൽ റോളുണ്ട്. അതായത് ഇറ്റ് പ്രൊമോട്ട്സ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ബാങ്കിങ് സർവീസസ് ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. അപ്പം നമ്മുടെ ഈ RBIക്ക് ഒരു ഡെവലപ്മെൻറ്റൽ റോളും കൂടെ ഉണ്ട്. അതായത് റൂറൽ ഏരിയ നമ്മുടെ ഗ്രാമീണ മേഖലയിലൊക്കെ ബാങ്കിങ് സർവീസ് കൊണ്ടുവരിക, അതുവഴി ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ പ്രൊമോട്ട് ചെയ്യുക, ഇതൊക്കെ നമ്മുടെ RBIയുടെ കടമയാണ്. നെക്സ്റ്റ് വൺ, റെഗുലേറ്റർ ഓഫ് പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ensures safe and efficient payment and settlement system across in India. ഇന്ത്യയിൽ ഉടനീളമുള്ള പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റവും റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? RBI ആണ്. പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ ഓൺലൈൻ ബാങ്കിങ്, വെർച്വൽ ബാങ്കിങ്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ UPI ട്രാൻസാക്ഷൻസ്, നമ്മുടെ എല്ലാ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റവും നമ്മൾ ഓൺലൈൻ വഴി നടത്തുന്നതും എല്ലാം ആയിട്ടുള്ള കാര്യങ്ങളും അതും നിയന്ത്രിക്കുന്നതും. പണം എവിടെ ഉണ്ടോ അവിടെ ആരുണ്ട്? നമ്മുടെ RBI ഉണ്ട്. അതെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബാങ്കർ ടു ദ ഗവൺമെൻറ് ആണെന്നല്ലേ. മാനേജേഴ്സ് ദ അക്കൗണ്ട്സ്, ബോറോയിങ്സ് ആൻഡ് പബ്ലിക് ഡെറ്റ് ഓഫ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ, അവരുടെയൊക്കെ അക്കൗണ്ട്സ് മാനേജ് ചെയ്യുന്നത്, ബോറോയിങ്സ്, കടങ്ങൾ, ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് RBI ആണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ബാങ്കും എന്നറിയപ്പെടുന്നത് ആരെയാണ്? RBI ആണ്. പിന്നെന്താണ്? ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്. ആക്ട് ആസ് എ സെൻട്രൽ ബാങ്ക് ഫോർ ഓൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, പ്രൊവൈഡ് ലിക്വിഡിറ്റി ആൻഡ് ക്ലിയറിംഗ് ഹൗസ് സർവീസസ്. പിന്നെന്താണ് പറയുന്നത്? എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെയും ബാങ്കായിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മുടെ RBI ആണ്. അതുവഴി ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യും, ക്ലിയറിംഗ് ഹൗസ് സർവീസസ്. നമ്മളിതൊക്കെ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് സിസ്റ്റത്തിൽ പഠിക്കുന്ന പുതിയ തരത്തിലുള്ള ATM, RTGS, നെഫ്റ്റ്, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ എല്ലാം ഈ വക പണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും ആര് തന്നെയാണ്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു RBIയുടെ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെ മെയിൻ കാര്യങ്ങൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് PYQ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നോക്കൂ. RBI ഡസ് നോട്ട് ഹാവ് ആൻ ഓഫീസ് ഇൻ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, RBIക്ക് എവിടെ ഓഫീസില്ല? ഓപ്ഷൻസ് നോക്കൂ. A കാൺപൂർ, B ഭോപ്പാൽ, C ഗുൽബർഗ ആൻഡ് D ലക്നൗ. ആൻസർ ഈസ് ഓപ്ഷൻ C ആണ്, ഗുൽബർഗ. അപ്പോൾ RBIക്ക് എവിടാണ് ഓഫീസ് ഇല്ലാത്തത്? ഓൾറെഡി പറഞ്ഞു, RBIക്ക് 34 സ്ഥലങ്ങളിലായിട്ട് റീജിയണൽ ഓഫീസസ് ഉണ്ടെന്നല്ലേ. മെയിനായിട്ടുള്ള എല്ലാ സിറ്റിയിലും RBIക്ക് ഓഫീസുണ്ട്. ഇവിടെ നോക്കൂ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം ഒരു 2 വർഷത്തിന് മുന്നേ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അവിടെ ചോദിച്ചിരിക്കുന്നത്, അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞാണല്ലേ, 34 സ്ഥലങ്ങളിലായിട്ട് RBIക്ക് റീജിയണൽ ഓഫീസസ് ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിലെ മെയിൻ സിറ്റികളിലെല്ലാം RBIക്ക് ഓഫീസുണ്ട്. അപ്പോൾ നമ്മളിത് എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കുമോ, ഇത് ചോദിക്കുമോ? ഇല്ല. ഇവിടെ ഗുൽബർഗ എന്ന് പറയുന്നത് കർണാടകയിലെ ഒരു സിറ്റിയാണ് കേട്ടോ. അവിടെ എന്തില്ല? ഓഫീസില്ല. കാൺപൂർ, ഭോപ്പാൽ, ലക്നൗവിലൊക്കെ എന്തുണ്ട്? ഓഫീസുണ്ട്. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ട്രിവാൻഡ്രം, കൊച്ചി, പിന്നെ ചെന്നൈയിലുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, ഹൈദരാബാദ്, വിജയവാഡ, പിന്നെന്താണ് മുംബൈയിലുണ്ട്, നാഗ്പൂർ, ഭോപ്പാൽ, റായ്പൂർ, കൊൽക്കട്ട, പാറ്റ്ന, കാൺപൂർ, ലക്നൗ, ജയ്പൂർ, ന്യൂഡൽഹി, ചണ്ഡീഗഡ്, ഡെറാഡൂൺ, ഇങ്ങനെയുള്ള എല്ലാ സ്ഥലം, ശ്രീനഗർ, ജമ്മു ആൻഡ് കാശ്മീർ, അഹമ്മദാബാദ്, ഭുവനേശ്വർ, കൊഹിമ, ഇറ്റാനഗർ, ഗാങ്ടോക്ക്, ഷില്ലോങ്, ഇംഫാൽ, ഐസ്വാൾ, അഗർ
കർത്തല ഇതിങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് എന്തുണ്ട്, നമ്മുടെ RBIയുടെ റീജിയണൽ ഓഫീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മെയിനായിട്ടുള്ള ഞാനങ്ങ് പറഞ്ഞേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പം നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ. നമ്മുടെ ഇന്ത്യയിലെ ക്യാപിറ്റൽസ് പഠിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഓർമ്മയുള്ള സിറ്റീസാണ് ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ ഇവിടെ എന്തില്ല, ഇത് നമ്മൾ ഒരു ലോജിക്ക് യൂസ് ചെയ്ത് നമ്മൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യുക, ഇത് കാണാതെ ഈ 34 സ്ഥലങ്ങളും കാണാതെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ കാൺപൂർ, ഭോപ്പാൽ, ലക്നൗവിൽ ഓഫീസുണ്ട്. പിന്നീട് എന്താണ്, നമ്മുടെ ഗുൽബർഗയിൽ ഓഫീസില്ല. ഇനി അടുത്ത നോക്കൂ, RBI എന്നാണ് നാഷണലൈസ് ചെയ്തത്? RBI വാസ് നാഷണലൈസ്ഡ് ഓൺ, ആൻസർ ഈസ് 1st January 1949. RBI നാഷണലൈസ് ചെയ്ത എന്നാണ്? 1949 ജനുവരി 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഫങ്ഷൻസ് ഓഫ് ദ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് RBIയുടെ ഫങ്ഷൻസ്? ഓപ്ഷൻസ് നോക്കൂ. A, ഇഷ്യൂയിങ് പാസ്പോർട്ട്സ്, B, റെഗുലേറ്റിംഗ് ദ ക്രെഡിറ്റ് സിസ്റ്റം, C, പ്രിൻറ്റിംഗ് കറൻസി നോട്ട്സ്, ആൻഡ് D, പ്രിപ്പയറിംഗ് സ്കൂൾ സിലബസ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ B ആൻഡ് C ആണ്. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്ന RBIയുടെ ഫങ്ഷൻസ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുമോ? ഇല്ല. റെഗുലേറ്റിംഗ് ദ ക്രെഡിറ്റ് സിസ്റ്റം ഇല്ലേ, നമ്മൾ പറഞ്ഞു എവിടെ പണമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അവിടെ നമ്മുടെ RBI ആണ് എല്ലാം ചെയ്യുന്നതെന്നല്ലേ. അപ്പോൾ ക്രെഡിറ്റ് സിസ്റ്റങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. പിന്നെ പ്രിൻറ്റിംഗ് കറൻസി നോട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രിൻറ്റിംഗ് കറൻസി നോട്ടും എന്താണ്? നമ്മുടെ RBI ആണ് ചെയ്യുന്നത്. Next question, which institutions are involved in printing Indian currency? Options are A, BRP, NMPL, B, SEBI, C, SPM, CIL, and D, IRDAI. Correct answer is option Aയും Cയുമാണ്. A എന്താണ്? BRB, NMPL ആണ്. C എന്താണ്? SPM, CIL. അപ്പോൾ നമ്മുടെ താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കറൻസി പ്രിൻറ്റ് ചെയ്യുന്നതിൽ ഉള്ളത്, അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു എവിടൊക്കെയാണ് 4 പ്രിൻറ്റിംഗ് പ്രസ്സുകളുണ്ടെന്ന്. മഹാരാഷ്ട്രയിൽ, മധ്യപ്രദേശിൽ, കർണാടകയിൽ, വെസ്റ്റ് ബംഗാൾ. മഹാരാഷ്ട്രയിൽ ആരാണ്? നാസിക്. മധ്യപ്രദേശിൽ ദേവാസ്. അവിടെ എന്താണ്? SPM, CIL എന്താണ്? സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് ആൻഡ് മിൻറ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. പിന്നെ വരുന്നത് കർണാടകയിലും വെസ്റ്റ് ബംഗാളിലും. കർണാടകയിൽ മൈസൂർ എന്ന സ്ഥലത്ത്, വെസ്റ്റ് ബംഗാളിൽ സാൽബണി. ഇവിടെ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു BRB, NMPL നമ്മുടെ RBIയുടെ ഒരു സബ്സിഡറിയാണ്. ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവിടെ നിങ്ങൾ ഇതെടുത്തെടുത്ത് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉറപ്പായിട്ടും ഇതിൻ്റെ എക്സ്പാൻഷൻ ഫോമും പഠിച്ചു വെക്കുക കേട്ടോ. ചിലപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ ഫോം ആയിരിക്കും ചോദിക്കുന്നത്. നമ്മൾ വിചാരിക്കും ചോദിക്കത്തില്ലെന്ന്, പക്ഷേ ചോദിക്കും. അപ്പോൾ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് വാസ് ദ ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് ഇൻ ദ വേൾഡ്? വേൾഡിൽ തന്നെ ആദ്യത്തെ സെൻട്രൽ ബാങ്ക് ഏതാണ്? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ റിക്സ് ബാങ്ക്, സ്വീഡൻ ഇൻ 1656. 1656 സ്വീഡനിൽ റിക്സ് ബാങ്ക് ആണ് നമ്മുടെ ലോകത്തെ തന്നെ ആദ്യത്തെ സെൻട്രൽ ബാങ്ക്. ഇതൊക്കെ ഓൾറെഡി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ വിച്ച് ഇയർ RBI വാസ് ഫോംഡ്? ഏത് വർഷമാണ് RBI ഫോം ചെയ്ത വർഷം? April 1, 1935 എന്നാണ്. April 1, 1935. And the last question, who was the longest serving RBI governor? ആരാണ് ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായിട്ട് സെർവ് ചെയ്ത ആളാരാണ്? സർ ബെനഗൽ രാമറാവു. ആരാണ്? കറക്റ്റ് ആൻസർ ഈസ് എന്താണ്? സർ ബെനഗൽ രാമറാവു. അപ്പോൾ ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ബെനഗൽ രാമറാവു എന്ന് പറയുന്നത് നമ്മുടെ 4ാമത്തെ ഗവർണറായിരുന്നു അല്ലേ, ലോങ്ങസ്റ്റ് സെർവിങ് ഗവർണർ. 1944 മുതൽ 47 വരെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കാലാവധി. മറന്നു പോകരുത്, ഫസ്റ്റ് ഗവർണർ ഓഫ് RBI ആരാണ്? സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. ഫസ്റ്റ് ഗവർണർ ഹു സൈൻഡ് ഇൻ കറൻസി നോട്ടാണെങ്കിൽ അത് സർ ജെയിംസ് ടൈലറാണ്. ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള RBI ഗവർണർ. കൂടാതെ നാഷണലൈസേഷൻ സമയത്തും അദ്ദേഹം RBI ഗവർണർ ആയിരുന്നു. അതാരായിരുന്നു? സർ CD ദേശ്മുഖ്. മറന്നു പോകരുത്, സർ CD ദേശ്മുഖ്. പിന്നെ ഒരു ഗവർണറായിട്ട് പിന്നെ പ്രധാനമന്ത്രിയായിരുന്ന ഗവർണർ ഏതാണെന്ന് ചോദിച്ചാൽ 15ാമത്തെ ഗവർണറായ ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗ്. പിന്നെന്തായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ഡിമോണിറ്റൈസേഷൻ സമയത്ത് RBI ഗവർണറായിരുന്ന ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ ഉർജിത് പട്ടേൽ. മറന്നു പോകരുത്, ഡോക്ടർ ഉർജിത് പട്ടേൽ
22ാമത്തെ ഗവർണറായിരുന്നു. പിന്നെ ശക്തികാന്ത ദാസ് ആയിരുന്നു 25ാമത്തത്. ഇപ്പോഴത്തെ കറണ്ട് ഗവർണർ ഓഫ് RBI ആരായിരുന്നു? സഞ്ജയ് മൽഹോത്ര 26ാമത്തെ ഗവർണറാണ്. കറണ്ട് ഗവർണർ ഓഫ് RBI സഞ്ജയ് മൽഹോത്ര. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് വളരെ ഇപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ തന്നെ PYQ തന്നെ നമ്മൾ നോക്കി എടുത്ത് കറക്റ്റായിട്ട് ആണ് ഇതൊക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ഇതൊക്കെ പഠിക്കുക. അപ്പം നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് ഓക്കെ ഫൈൻ, അടിപൊളി, സൂപ്പർ, കൊള്ളാമെന്ന് തോന്നും, പഠിച്ച് വെക്കാൻ പറ്റുന്നതാണെന്നൊക്കെ തോന്നും. പക്ഷേ ഇത് പിന്നെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് RBI തന്നെ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് തന്നെ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എവിടെന്നെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോരെ. ഒരു തവണ ചോദിച്ചത് RBIയുടെ ഓഫീസ് എവിടെയാണ് ഇല്ലാത്തതെന്നാണ്. അത് ചിലപ്പം ഒരു മാർക്ക് പോത്തില്ലേ നമുക്ക്. പക്ഷേ അത് നമ്മൾ കുറച്ചും കൂടി ലോജിക്ക് യൂസ് ചെയ്യണം. പഠിത്തം നമ്മൾ വളരെ ആഴത്തിലേക്ക് ഇറങ്ങി പഠിക്കുകയും വേണം. പിന്നെ നമ്മുടെ പ്രായോഗിക ബുദ്ധിയും കൂടി ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റൂ. കാണാപ്പാടമല്ല, ആഴത്തിലിറങ്ങി മനസ്സിലാക്കി ഓരോ പോയിന്റുകളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി പഠിച്ചാൽ, അല്ലെങ്കിൽ ആഴത്തിലേക്ക് ഇറങ്ങി അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തെറ്റത്തുമില്ല. അത് മനസ്സിലാക്കി വെക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് പഠിക്കുക. താങ്ക് യു.